ഉണ്ണീസ് വിജയപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 4ാമത്തെ യൂണിറ്റായ ഉൽപ്പാദന പ്രക്രിയയിലൂടെ എന്നതുമായി ബന്ധപ്പെട്ട 2ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ നാം കൈകാര്യം ചെയ്തിരുന്ന ഭാഗങ്ങൾ ഉൽപ്പാദനം, ഉൽപ്പന്നം, ഉൽപ്പാദന പ്രക്രിയ, ഉൽപ്പാദന ഘടകങ്ങൾ, അതുപോലെ തന്നെ ഉൽപ്പാദന ഘടകങ്ങളിൽ ഒന്നാമത്തേതായ ഭൂമി എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു. ആ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരുന്നതായിരിക്കും. കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുന്നതിന് നിങ്ങളെ സഹായിക്കുക. തീർച്ചയായും ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാമത്തെ ഉൽപ്പാദന ഘടകമായ തൊഴിൽ, അതുപോലെ തന്നെ 3ാമത്തേത് മൂലധനം, 4ാമത്തേത് സംഘാടനം എന്നിവയെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴി പുതിയ പുതിയ എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്ന മുറക്ക് നിങ്ങൾക്ക് കണ്ടെടുത്ത് കാണാൻ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കുമായി ഈ ചാനലിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ എപ്പിസോഡ് മുഴുവൻ കണ്ടതിന് ശേഷം ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെയധികം വിലപ്പെട്ടതാണ്, അതിനാൽ അതിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ മറ്റ് ഉൽപ്പാദന ഘടകങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത് നാം നേരത്തെ ചർച്ച ചെയ്തതാണ് ഭൂമി. 2ാമത്തേത് തൊഴിലാണ്, ലേബർ. അപ്പോൾ ചോദ്യം ഇതാണ്, എന്താണ് തൊഴിൽ എന്ന് പറഞ്ഞാൽ? അപ്പോൾ എങ്ങനെയുള്ള അധ്വാനത്തിന് മാത്രമാണ് നാം തൊഴിൽ എന്ന് പറയുന്നത്? ഉത്തരം നോക്കാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിനായി ഒരു വ്യക്തി ഉപയോഗിക്കുന്ന കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷിയെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിന് വേണ്ടി ഒരു വ്യക്തി ഉപയോഗിക്കുന്ന കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷിയാണ് തൊഴിൽ എന്ന് പറയുന്നത്. 2ാമത്തെ കാര്യം, എങ്ങനെയുള്ള അധ്വാനത്തിനാണ് നാം തൊഴിൽ എന്ന് എന്നുള്ളതിനുള്ള ഉത്തരമാണ് പ്രതിഫലം ലഭിക്കുന്ന അധ്വാനശേഷിയെ മാത്രമേ തൊഴിൽ എന്ന് പറയുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. സമൂഹത്തിൽ തൊഴിൽ വിഭജനം രൂപപ്പെട്ടു വന്നതെങ്ങനെ? എങ്ങനെയാണ് സമൂഹത്തിൽ പലതരം തൊഴിലുകൾ നിലവിൽ വന്നത്? അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മനുഷ്യൻ ആദ്യകാലത്ത് കൂട്ടമായി ജീവിക്കുകയും ആവശ്യമായ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിച്ചു വരികയും ചെയ്തു. ക്രമേണ ഉപകരണങ്ങൾ, ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് തുടങ്ങിയതോടെ എല്ലാവരും ആഹാര സമ്പാദനത്തിന് പോകേണ്ടി വന്നില്ല. ഓരോരുത്തരും ഓരോ ജോലി ചെയ്തു തുടങ്ങി. ഇങ്ങനെ ഓരോരുത്തർ വ്യത്യസ്ത ജോലികളോ കുറേ ആൾക്കാർ ഒരു ജോലിയുടെ വിവിധ വശങ്ങളോ ചെയ്യുന്ന തൊഴിൽ വിഭജനം ഉണ്ടായി വന്നു. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ പലതരം ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടായി വന്നത്. അപ്പോൾ ഇനി തീർച്ചയായും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ പലതരം തൊഴിലുകൾ ചെയ്യുന്നവരെ നാം കാണുന്നുണ്ട്. അവ ഒന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. അവയെല്ലാം ഒരുപോലെയാണോ എന്ന്? ഉത്തരം: അധ്യാപകർ, കൃഷിക്കാർ, ചിത്രകാരന്മാർ, കൽപ്പണിക്കാർ, ബാങ്ക് ജീവനക്കാർ, മത്സ്യത്തൊഴിലാളികൾ, ഡ്രൈവർ, ഇലക്ട്രീഷ്യൻ, തയ്യൽക്കാർ, കച്ചവടക്കാർ, അങ്ങനെ നിരവധി തൊഴിലുകൾ ചെയ്യുന്ന നൂറുകണക്കിന് തരം തൊഴിലുകൾ നമ്മുടെ ചുറ്റുപാടും നമുക്ക് വേഗം തന്നെ കണ്ടെത്താൻ വേണ്ടി കഴിയും. ഒന്ന് പട്ടികപ്പെടുത്തുക, നിങ്ങൾക്ക് കഴിയാവുന്നത്രയും നിങ്ങൾ പട്ടികപ്പെടുത്തി നോക്കുക. അതിനുശേഷം ഇതിൽ കായികമായ അധ്വാനം വേണ്ട തൊഴിലുകൾ ഏതൊക്കെയാണ്? ശാരീരികമായ അധ്വാനം കൂടുതൽ വേണ്ട തൊഴിലുകൾ ഏതൊക്കെയാണ്? അതുപോലെ ബുദ്ധിപരമായ അധ്വാനം വേണ്ടവ ഏതൊക്കെയാണ്? മാനസികമായ അധ്വാനം വേണ്ടത് ഏതൊക്കെയാണ്? എന്നിങ്ങനെ ഓരോ പ്രവൃത്തിക്കും ഇതിൽ ഓരോന്നിനും മുൻതൂക്കം ഉള്ളതിനനുസരിച്ച് നമുക്ക് തരംതിരിക്കാം. ഇപ്പോൾ കായിക അധ്വാനം കൂടുതൽ വേണ്ട തൊഴിലുകളുണ്ട്, മാനസിക അധ്വാനം കൂടുതൽ വേണ്ട തൊഴിലുകളുണ്ട്, അതുപോലെ തന്നെ ബുദ്ധിപരമായ അധ്വാനം കൂടുതൽ വേണ്ട തൊഴിലുകളും ഉണ്ടാവും. അപ്പോൾ അവയൊന്ന് തരംതിരിച്ച് നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് വിടുന്നു. അടുത്തൊരു ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ചോദ്യോത്തര രൂപത്തിൽ ആണ് പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗങ്ങളും പരമാവധി ഉൾപ്പെടുന്നതിന് വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുസ്തകം വായിക്കണം. പുസ്തകം വായിക്കുന്നതോടൊപ്പം ഇതുകൂടി വായിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ നന്നായി ബോധ്യപ്പെടുക. ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: ഒരു വീട്ടിൽ അമ്മയും വീട്ടിലെ മറ്റ് അംഗങ്ങളും വീട്ടിൽ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് തൊഴിൽ എന്നതിൽ പെടുമോ? എന്തുകൊണ്ട് ഇല്ല എന്നാണ് ഉത്തരം. കാരണം വീട്ടിൽ ഇവർ ചെയ്യുന്ന ജോലികൾക്കൊന്നും പ്രതിഫലം ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ തൊഴിൽ എന്നതിന് കൊണ്ട് സാമൂഹ്യശാസ്ത്രത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രതിഫലം ലഭിക്കുന്ന അധ്വാനശേഷിയെ മാത്രമേ തൊഴിൽ എന്ന് പറയാം. അതിന് വേതനം, കൂലി അല്ലെങ്കിൽ ശമ്പളം അങ്ങനെയുള്ളത് എന്തെങ്കിലും ലഭിക്കുന്ന ഒരു തൊഴിലാണെങ്കിൽ മാത്രമേ അതിന്
ഒരു അധ്വാനമാണെങ്കിൽ മാത്രമേ അതിൻ്റെ തൊഴിലെന്ന് പറയുള്ളൂ. കാരണം വീട്ടിൽ അമ്മയും മറ്റ് വീട്ടിലുള്ളവരും അടുക്കള ജോലികൾ ചെയ്യുന്നു, അതൊരു തൊഴിലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അതിന് പ്രതിഫലമില്ല. നേരെ മറിച്ച് അവിടെ ഒരു അടുക്കള ജോലികൾക്കായിട്ടൊരു വേലക്കാരിയുണ്ട്, അവരാണ് ഭക്ഷണം പാകം ചെയ്യുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. എങ്കിൽ അതിന് നിങ്ങൾ വേതനം കൊടുത്തേ പറ്റൂ. അപ്പോൾ അതൊരു ജോലിയാണ്, ഒരു തൊഴിലാണ്. അപ്പോൾ നമുക്ക് തൊഴിലിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറയാമോ എന്നാണ് അടുത്ത ചോദ്യം. തൊഴിലിനായി ഉപയോഗിക്കുന്നത് അധ്വാനശേഷിയാണ്. അധ്വാനശേഷി പിന്നീടുള്ള ഉപയോഗത്തിന് കരുതി വെക്കാനാവില്ല. അതാണ് തൊഴിലിൻ്റെ പ്രത്യേകതകൾ. തൊഴിലിനായി ഉപയോഗിക്കുന്നത് നമ്മുടെ അധ്വാനശേഷിയാണ്. കായികമോ അതുപോലെ മാനസികമോ ബുദ്ധിപരവുമായ അധ്വാനശേഷിയാണ്. അധ്വാനശേഷി പിന്നീടുള്ള ഉപയോഗത്തിനായി കരുതി വെക്കാനാവില്ല. സൂക്ഷിച്ചു വെച്ചിട്ട് നാളെ ഉപയോഗിക്കാം, ഇന്ന് പറ്റില്ല എന്ന് കരുതിയിട്ട് നാളത്തേക്ക് ഇന്നത്തെ ശേഷി മാറ്റിവെക്കാൻ കഴിയില്ല. അധ്വാനശേഷി വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ആ കഴിവിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും. അതിന് വേണ്ട വിദ്യാഭ്യാസവും അതിന് വേണ്ട ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനവും ലഭിച്ചാൽ മതി. മറ്റൊന്ന്, അധ്വാനശേഷിക്കുള്ള പ്രതിഫലമാണ് കൂലി. ഈ കൂലി സാധനമായിട്ട് കിട്ടാം, അല്ലെങ്കിൽ പണമായിട്ട് കിട്ടാം. ഉദാഹരണത്തിന് എങ്ങനെ സാധനമായിട്ട് കിട്ടുക? നിങ്ങളുടെ വീട്ടിലൊരാൾ തേങ്ങ പറിക്കാൻ, തെങ്ങിൽ കയറി തേങ്ങ പറിക്കാൻ വരുന്നു. അയാൾക്ക് നിങ്ങൾ പറിച്ച തേങ്ങ കൂലി നിങ്ങൾക്ക് വേണ്ടത്, അയാൾ തേങ്ങ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തേങ്ങ കൊടുക്കുന്നു, പൈസയൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ അത് സാധനമായിട്ട് കൊടുക്കുന്നു. അത് തീർച്ചയായും അയാൾക്കുള്ള പ്രതിഫലമാണത്. അപ്പോൾ ആ രീതിയിലാണ് ഇത് കാണുക. അപ്പോൾ അടുത്ത ചോദ്യം നമ്മളെ അടുത്ത ഉൽപ്പാദന ഘടകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്താണ് മൂലധനം എന്നാണ് ചോദ്യം, ക്യാപിറ്റൽ. അതിൻ്റെ ഉത്തരം, ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് മൂലധനം എന്ന് പറയുന്നത്. ഉൽപ്പാദനത്തിന് വേണ്ടി സഹായിക്കുന്ന, കാണാനും തൊടാനും കഴിയുന്ന ആ രീതിയിലുള്ള മനുഷ്യനിർമ്മിതമായ വസ്തുക്കളാണ് മൂലധനം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് മൂലധനം എന്തിനൊക്കെയാണ് ആവശ്യമായിരിക്കുന്നത്? ഒരു ഉൽപ്പന്നം നിർമ്മിക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ്, ഏതിനൊക്കെ കാര്യങ്ങൾക്കാണ് മൂലധനം വേണ്ടി വരുന്നത്? ഒന്ന്, ഒരു ഫാക്ടറി സ്ഥാപിക്കുക, അപ്പോൾ യന്ത്രങ്ങൾ വാങ്ങുക, വാഹനങ്ങൾ വാങ്ങുക, വൈദ്യുതി ബന്ധം സ്ഥാപിക്കണം, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക, എന്നിവയ്ക്കെല്ലാം മൂലധനം ആവശ്യമുണ്ട്. ഇവ കൂടാതെ വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും അടങ്ങുന്ന വിജ്ഞാന മൂലധനത്തിന് ഇന്ന് വലിയ പ്രാധാന്യമുണ്ട്. സാങ്കേതിക വിദ്യ, ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്ന ഏറ്റവും മികച്ച രീതിയിലാവണമെങ്കിൽ അതിനുള്ള യന്ത്രങ്ങളും മറ്റു കാര്യങ്ങളും മാത്രം പോരാ, അതിനുള്ള സാങ്കേതിക വിദ്യ കൂടി വേണം. മെച്ചപ്പെട്ട രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ലഭിക്കുക. പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഒരേ രംഗത്ത് തന്നെ പണ്ടേ ഉപയോഗിച്ച് വരുന്ന സാധനങ്ങൾ മാറി പുതിയ സാധനങ്ങളൊക്കെ വരുന്നതിൻ്റെ പിന്നിലെ രഹസ്യതാണ് കൂടുതൽ മെച്ചപ്പെട്ട, കൂടുതൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയോട് കൂടിയിട്ട് കൂടുതൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരം തന്നെ ഇന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവരസാങ്കേതിക വിദ്യയ്ക്ക്, ഇൻഫർമേഷൻ ടെക്നോളജിക്കും അതുപോലെ തന്നെ വിജ്ഞാനത്തിനും, ഇതൊക്കെ അടങ്ങുന്ന വിജ്ഞാന മൂലധനത്തിന് വലിയൊരു പ്രാധാന്യം ഏത് ഉൽപ്പന്നത്തിൻ്റെയും പ്രൊഡക്ഷനിൽ, ഉൽപ്പാദനത്തിൽ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ മൂലധനം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂലധനത്തിൻ്റെ സവിശേഷതകൾ ഒന്നുകൂടി കണ്ടെത്തി എഴുതാമോ? മൂലധനം ഏതിനൊക്കെ വേണം ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ മൂലധനത്തിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ പ്രത്യേകതകൾ, പ്രത്യേക പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതാനാണ് പറഞ്ഞത്. മൂലധനത്തിൻ്റെ സവിശേഷതകൾ ഇനി പറയുന്നവയാണ്. മൂലധനം മറ്റെല്ലാ ഉൽപ്പാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം മറ്റെല്ലാ ഉൽപ്പാദന ഘടകങ്ങൾക്കും സഹായിക്കുന്ന ഒരു ഘടകമാണ്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. തൊഴിലാളികൾക്ക് ഒരു ഉൽപ്പന്നം നിർമ്മിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത് അടിസ്ഥാനം മൂലധനമാണ്. മൂലധനം ചലനാത്മകമാണ്. അത് ഒരു സ്ഥിരമായ ഒരു ഇടത്ത് നിൽക്കുന്നതോ നിശ്ചലമായൊരിടത്ത് നിൽക്കുന്ന ഒന്നല്ല. മറ്റ് ഉൽപ്പാദന ഘടകങ്ങളെ പോലെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അതിന് പലിശ എന്ന് പറയും. മറ്റെല്ലാ ഉൽപ്പാദന ഘടകങ്ങൾക്കും ഓരോ രീതിയിലുള്ള പ്രതിഫലം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് പലിശ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഉൽപ്പാദനത്തിൽ സംഘാടകൻ്റെ പങ്ക് എന്താണ്? അടുത്ത ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടതാണ് സംഘാടനം. അതുമായി ബന്ധപ്പെട്ട ഉൽപ്പാദന ഘടകം നാലാമത്തേത്. അതിനുള്ള ആളാണ് സംഘാടകൻ. സംഘാടകൻ്റെ പങ്ക് ഉൽപ്പാദനത്തിൽ എന്താണ്? അയാളുടെ അല്ലെങ്കിൽ അവരുടെ പ്രതിഫലത്തിന് പറയുന്ന പേരെന്താണ്? ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, ഇവ മൂന്നിനെയും കൂട്ടി യോജിപ്പിക്കലാണ് സംഘാടകൻ
അഥവാ സംരംഭകൻ നടത്തുന്നത്. ഉൽപ്പാദനത്തിലെ ഒരു പ്രധാന ഘടകമെന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലമാണ് ലാഭം. സംഘാടകന് ലഭിക്കുന്ന പ്രതിഫലത്തിന് പറയുന്ന പേരാണ് ലാഭം. അടുത്ത ചോദ്യം, ഒരു സംഘാടകൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് കുറിക്കാമോ എന്നാണ്. ഇപ്പോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ഉൽപ്പാദകൻ്റെ അല്ലെങ്കിൽ സംഘാടകൻ്റെ ലക്ഷ്യം. അത് ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിക്കുക. ഭൂമി, തൊഴിൽ, മൂലധനം എന്നീ ഉൽപ്പാദന ഘടകങ്ങളെ സംഘാടകൻ കൂട്ടിയോജിപ്പിക്കുന്നു. അതിനുള്ള ആളാണ് സംഘാടകൻ. പരിശീലനത്തിലൂടെ സംഘാടകൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ കഴിയും. മികച്ച പരിശീലനം ലഭിക്കുന്നതിലൂടെ ഒരു സംഘാടകന് അയാളുടെ കഴിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് തൻ്റെ ഉൽപ്പാദനത്തിൽ വർധന വരുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. സംഘാടകൻ്റെ പ്രതിഫലം ലാഭം അല്ലെങ്കിൽ നഷ്ടമാണ്, രണ്ടും വരാം. കാരണം ആ സംരംഭം വേണ്ടത്ര ഉൽപ്പാദനം നടന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉൽപ്പാദനം കുറഞ്ഞു, അതുപോലെ തന്നെ ആ ഉൽപ്പന്നത്തിനുള്ള ചിലവ് വിറ്റഴിക്കൽ സാധിക്കുന്നില്ല, ഉൽപ്പന്നം ആളുകളുടെ അടുത്ത് വിറ്റഴിക്കപ്പെടണം, ഉപഭോക്താക്കളുടെ അടുത്ത് എത്തണം, അപ്പോൾ അത് വേണ്ട രീതിയിലായില്ല എങ്കിൽ വരാം. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലെ തടസ്സങ്ങളുണ്ടെങ്കിൽ ഉൽപ്പാദനത്തിൽ കുറവ് വരാം. കൂടുതലാണ്, നല്ലപോലെ കൂടുതലായതുകൊണ്ട് മാത്രമല്ല, കൂടുതലുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്നു, അത് നല്ല രീതിയിൽ വിറ്റ് പോകുന്നു എങ്കിൽ ആ സംഘാടകന് ലാഭം കിട്ടും. നേരെ മറിച്ച് അത് ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുകയാണെങ്കിൽ സംഘാടകന് നഷ്ടമായിരിക്കും വരുന്നത്, സാമ്പത്തികമായ നഷ്ടം വരും. രണ്ടും അയാളുടെ പ്രതിഫലമാണ്, ലാഭമായാലും നഷ്ടമായാലും. അടുത്ത ചോദ്യം, ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിന് പറയുന്ന പേരെന്താണ്? ഉൽപ്പാദന യൂണിറ്റ്. ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന യൂണിറ്റിൻ്റെ പേര് ഗാർഹിക യൂണിറ്റ് എന്ന് പറയും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മനുഷ്യൻ്റെ ആവശ്യങ്ങളും ഉൽപ്പാദനങ്ങളും ഉപയോഗവും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കണം. മനുഷ്യൻ്റെ ആവശ്യങ്ങളും ഉൽപ്പാദന ഉപയോഗവും തമ്മിലുള്ള ബന്ധം എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് സാധിക്കാൻ വേണ്ടിയിട്ട്, അത് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ആവശ്യങ്ങളാവട്ടെ നിരവധിയാണ്. ഓരോ മനുഷ്യൻ്റെ ആവശ്യം വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നത്, സേവനങ്ങൾ ലഭിക്കുന്നത്. സാധനങ്ങൾ മാത്രമല്ല, സേവനങ്ങളും ഉൽപ്പന്നമാണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങളാവട്ടെ നിരവധിയാണ്. ആവശ്യങ്ങളാകട്ടെ വ്യക്തികൾക്കനുസരിച്ചും കാലത്തിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ ഒരു മൊബൈൽ ഫോൺ, ഒരു 10-15 കൊല്ലം മുമ്പ് മൊബൈൽ ഫോൺ ഒരു അത്യാവശ്യ ഘടകമാണ് എന്ന് കരുതിയില്ല. പോട്ടെ, ഒരു സ്മാർട്ട് ഫോൺ എന്നത് ചിന്തിക്കാൻ പോലും ആവില്ല. എന്നാൽ ഇന്ന് സ്മാർട്ട് ഫോൺ പോലും സാധാരണക്കാരുടെ പക്കലെത്തിയിരിക്കുന്നു. അതൊരു അത്യാവശ്യ ഘടകമായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കാൻ, ഇതുപോലെ കാണാൻ, ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് സ്മാർട്ട് ഫോൺ വ്യാപകമായതോടുകൂടിയാണ്. അല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ എങ്ങനെയാവുമായിരുന്നു? ഒരു കാര്യവും നടക്കില്ലായിരുന്നു. ഒരു അത്യാവശ്യ വസ്തുവായി മാറിയിട്ടുണ്ട്. അപ്പോൾ കാലത്തിനനുസരിച്ച് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. നാളെ ഇതിനേക്കാൾ വലിയ വേറെ എന്തെങ്കിലും സാങ്കേതിക വിദ്യ വന്നുകൂടാ എന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് നമ്മുടെ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയൊക്കെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് പുതിയ സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായി വരും. അപ്പോൾ അവ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് രംഗത്ത് വരും. അവയുടെ വിപണനം നടക്കും. അതുപോലെ ഉൽപ്പാദനവും ആ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും ഒക്കെ നടക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളും ഉൽപ്പാദന ഉപയോഗവും തമ്മിൽ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഒരു ചാക്രിക പ്രക്രിയയാണ്. ഒരു ചക്രം പോലെ ഇങ്ങനെ തമ്മിലൊരു കറങ്ങിക്കൊണ്ടേയിരിക്കും എന്നാണ്. ഒരു തുടർ പ്രക്രിയയാണെന്ന് അർത്ഥം. തുടർന്ന് പോകുന്ന, ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് അങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ്. അതൊന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഉത്തരം എന്താണെന്ന്. അപ്പോൾ കാര്യം വ്യക്തമാകും. ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ നൽകുന്നത് ഗാർഹിക യൂണിറ്റാണ്. ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് ഭൂമിക്ക് പാട്ടം, തൊഴിലിന് കൂലി, മൂലധനത്തിന് പലിശ, സംഘാടകർക്ക് ലാഭം, അല്ലേ? അപ്പോൾ ആ 4 ക്രമം അതുതന്നെയാണ്. ഇങ്ങനെ ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു. ഉൽപ്പാദന യൂണിറ്റാണ് ഗാർഹിക യൂണിറ്റിന് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നത്. ഇനി ഗാർഹിക യൂണിറ്റ് ഉൽപ്പാദന യൂണിറ്റുകൾക്ക് തിരിച്ചെന്ത് കൊടുക്കുന്നു? പ്രതിഫലമായി ആ സേവനങ്ങൾക്ക് അല്ലെ സാധനങ്ങൾക്ക് വില, പണം കൊടുക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ ഉൽപ്പാദനവും ഉപഭോഗവും സമൂഹത്തിൽ നിരന്തരമായി നടക്കുന്നത് കൊണ്ട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിൽ നടക്കുന്നുവെന്ന് മനസ്സിലാക്കാം. ചക്രം കറങ്ങുന്നത് പോലെ ഇതിങ്ങനെ സമൂഹത്തിലെ പ്രവർത്തനങ്ങൾ ക്രമാനുഗതമായിട്ട് നടക്കുകയാണ്.
അപ്പോൾ ഉത്തരം ഒന്നും കൂടെ വ്യക്തമായിട്ടില്ല, നിങ്ങളൊന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ മൂലധനം, സംഘാടനം എന്നിവ നൽകുന്നത് ഗാർഹിക യൂണിറ്റാണ്. തിരിച്ച് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അവരുടെ അടുത്തേക്ക് വരുന്നു. അവർ തിരിച്ച് ഉൽപ്പാദന യൂണിറ്റുകൾക്ക് തിരിച്ച് പ്രതിഫലം, വില അല്ലെങ്കിൽ പണം കൊടുക്കുന്നു. അതങ്ങനെ ഉൽപ്പാദന ഉപഭോഗം സമൂഹത്തിൽ ഇങ്ങനെ ചക്രത്തിൻ്റേതെന്നതുപോലെ ആ ഒരു ഗതിയിൽ ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് നോക്കാം അടുത്തൊരു ചോദ്യം. ഓരോ ഉൽപ്പാദന ഘടകത്തിൻ്റെയും സവിശേഷതകൾ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി ഉൽപ്പാദന പ്രക്രിയയിൽ സംഘാടകൻ്റെ ചുമതല വിലപ്പെട്ടതാകുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കാമോ? അപ്പോൾ ഓരോ ഉൽപ്പാദന ഘടകത്തിൻ്റെയും സവിശേഷതകൾ വ്യത്യസ്തമാണ്. ഒരു ഉൽപ്പാദന ഘടകം ഭൂമിയുടേതും അതുപോലെ തന്നെ അതിനടുത്ത മറ്റ് ഉൽപ്പാദന ഘടകങ്ങൾ തൊഴിൽ, മൂലധനം, സംഘാടനം ഓരോന്നും വ്യത്യസ്തമാണ് അതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഈ പ്രത്യേകതകൾക്ക് വ്യത്യസ്തമായിരിക്കുമ്പോൾ തന്നെ അവിടെ അപ്പോൾ ഓരോന്നും എത്രമാത്രം വിലപ്പെട്ടതാണ് ഉൽപ്പാദന പ്രക്രിയയിൽ, ഒന്നില്ലാതെ മറ്റൊന്നില്ല. അപ്പോൾ എല്ലാം തന്നെ ഒത്തൊരുമിച്ച് നിന്ന് പോകുമ്പോഴാണ് അതിൻ്റെ വിജയം. അപ്പോൾ ഭൂമി, തൊഴിൽ, മൂലധനം എന്നീ ഉത്തരം നോക്കുക. ഭൂമി, തൊഴിൽ, മൂലധനം എന്നീ ഉൽപ്പാദന ഘടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നത് സംഘാടകനാണ്. സംരംഭകൻ്റെ, അതായത് സംഘാടകൻ്റെ കഴിവിനും പരിചയ സമ്പത്തിനും ഉൽപ്പാദനത്തിൽ വലിയ പങ്കുണ്ട്. ഒരു പരിചയമില്ലാത്ത ഒരാളൊരു പുതിയ ഒരു സംരംഭത്തിൽ പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അമ്പേ പരാജയപ്പെട്ടു പോകും. അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ പരിചയസമ്പന്നനായ ആളാണ് തുടങ്ങിയത്, പക്ഷേ അയാളതിൻ്റെ മേൽനോട്ടത്തിൽ അത് സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ ചില അശ്രദ്ധ വന്നു, അയാൾക്ക് വലിയ നഷ്ടം വരും. അപ്പോൾ അത് നിരന്തരമായ ജാഗ്രത, അതിലൊരു ഉണർവ്, ഒരു ശ്രദ്ധ, നിരന്തരമായ ശ്രദ്ധ ഈ ഘടകങ്ങളുടെ കാര്യത്തിൽ ഒരു സംഘാടകന് അല്ലെങ്കിൽ സംരംഭകന് ഉണ്ടായിരിക്കണമെന്നത് വളരെ പ്രധാനമാണ്. പരിചയസമ്പത്തും കഴിവും ഒക്കെ വേണം, അതേപോലെ തന്നെ ഇതിൽ നിരന്തര ശ്രദ്ധ കൂടി വേണം. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ഘടകങ്ങൾ സംഘാടകൻ്റെ കഴിവിനനുസരിച്ച് നല്ല പോലെ ഒത്തുചേരുമ്പോഴാണ് സംഘാടകന് ലാഭമുണ്ടാകുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് നഷ്ടം വരും. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഈ എല്ലാ ഭാഗങ്ങളും വ്യക്തമായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഒരു ഭൂമി കഥയും കാര്യവും എന്ന അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.